പക്ഷെ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇനി ഒരിക്കലും ഇസ്ലാമിക ഖിലാഫത്ത് സംഘടിപ്പിക്കപ്പെടരുത്. ഇസ്ലാമിക ഖിലാഫത്ത് സംഘടിപ്പിക്കപ്പെടാതിരിക്കാൻ ഒന്നേ നിർവാഹമുള്ളൂ, ഡിവൈഡ് ആൻഡ് റൂൾ. ഭിന്നിപ്പിക്കാം. അതും എന്തിൽ ഭിന്നിപ്പിക്കണം? തൗഹീദിൽ ഭിന്നിപ്പിക്കാം. പിന്നെ ഒരിക്കലും മുസ്ലിങ്ങൾ യോജിക്കൂല. ലോകാവസാനം വരെ മുസ്ലിങ്ങൾ യോജിക്കൂല, ഉറപ്പ്. ഒരിക്കലും യോജിക്കൂല. എന്തുകൊണ്ട്? എന്തിലെങ്കിലും അല്ല തെറ്റിയത്. എന്തിനാ തെറ്റിയത്? തൗഹീദിൽ തെറ്റി. ഇവരെ ഇതിന് പറ്റും, ഇവരെ ലോക മുസ്ലിങ്ങളെ വിവിധ ചേരിയിലാക്കാൻ ഈ ആശയത്തെ പറ്റും എന്ന് അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ കണ്ടെത്തി. ലോക രാജ്യങ്ങളെ മുഴുവൻ അവർ ഡോളർ അങ്ങോട്ട് കൊടുത്ത് കയറ്റം കൊടുത്തു. ലോക രാജ്യങ്ങളിൽ അടിച്ചു വീശി, മുഴുവനും പണം വന്നു, സൗകര്യങ്ങൾ, വെറുതെ കിട്ടുന്ന മാസികകൾ. മനസ്സിലായില്ലേ? ആരാ ഇതിന്റെ പിന്നിൽ? അമേരിക്കയും ബ്രിട്ടനും. ഇനി അത് നശിപ്പിക്കപ്പെട്ട ഒരു ഖിലാഫത്തിനെ, അതും ഒന്നാം ലോക മഹായുദ്ധത്തിൽ വലിയ 4 കോടി ജനങ്ങളെ കൊലപ്പെടുത്തിയിട്ടാണ് ഒരു ഖിലാഫത്ത് തകർക്കുന്നത്. അതിന്റെ പിന്നിലുള്ള പൊതുവായ പർപ്പസ്, ലക്ഷ്യം എന്തെന്നായിരുന്നാൽ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ലക്ഷ്യം അതന്നെയാ. എന്ത്? ഖിലാഫത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല, നശിപ്പിച്ചു. 50 ലക്ഷം മുസ്ലിങ്ങളെയാണ് തുർക്കിയിൽ മാത്രം സഖ്യകക്ഷികൾ കൊന്നത്. പാവം. ഇനി അത് പാവമാണ് എന്നൊരു തുർക്കി ഇതിലേക്ക് ഇറങ്ങിയിട്ടുമില്ല. ഇത് തുർക്കിയുടെ പ്രശ്നമല്ല, ഇത് ജർമ്മനിയുമായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ എന്തിനെ വലിച്ചിറക്കി? അടിസ്ഥാനപരമായി പറഞ്ഞാൽ നമുക്ക് ഒരു സംഘടന ഇല്ല, നല്ല കാലത്തൊന്നുമില്ല. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ മുസ്ലിം സമുദായത്തിന് സംഘടന ഇല്ല. മുസ്ലിം സമുദായത്തിന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ഭാഗത്താണ് സുന്നികൾക്ക് ആദ്യമായി സംഘടന ഉണ്ടായത്. ലോകത്തെവിടെ? മുസ്ലിങ്ങൾക്ക് ആദ്യം സംഘടന വരുന്നത് 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്, 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സുന്നികൾക്ക് സംഘടന വരുന്നത്. അതിനു മുമ്പ് നല്ല കാലങ്ങളല്ലേ കഴിഞ്ഞു പോയത്? സുമ്മല്ലദീനയിലും അതൊന്നും നമുക്ക് സംഘടന ഇല്ല. സംഘടന പ്രശ്നമാണ്. ഒരു ഷെയർഡ് പർപ്പസ് നമുക്കില്ല. നമുക്ക് ഒരു ലക്ഷ്യമുള്ളൂ. എന്ത്? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ അതേ സമയത്ത് യൂറോപ്യൻ എന്താ പറയാ, ഈ യൂറോപ്യൻ ഓർഗനൈസേഷൻസ് പണ്ടേ ഉണ്ട്. എന്തുകൊണ്ട്? അവിടെയുള്ള യൂറോപ്യൻ മതങ്ങൾ, മറ്റു മതങ്ങൾ എന്ന് പറയാ, മറ്റു മതങ്ങൾ പലപ്പോഴും അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണം പറയാ, നമുക്ക് ഈ സംഘടനയുടെ അടിസ്ഥാനം വേണമെങ്കിൽ ഒറ്റ വാക്കോട് പറയും, ഒരു ഷെയർഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്ത്? അതൊരു ശക്തി ഉണ്ടാവും. ഷെയർഡ് പർപ്പസിൽ ഓർഗനൈസ് ചെയ്താൽ, ഒരു ഓർഗനൈസേഷൻ വന്നാൽ ഒരു ശക്തി ഉണ്ട്. അപ്പോൾ ഉദാഹരണം 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. എന്നാൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സംഘടന 1885 1885 മനസ്സിലായില്ല നിങ്ങൾക്ക്? ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന വർക്ക് തുടങ്ങുന്നത് 1857 ശിപ്പായി ലഹളയാണ്. പക്ഷെ സംഘടന വരുന്നത് 1885. എന്തുകൊണ്ട്? അങ്ങനെ പല നാടുകളിലും ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷെ അവർക്കിടയിൽ എന്തില്ല? ഒരു ബെൽറ്റ് ഇല്ല. ശത്രു ആകട്ടെ അത്രയും പവറുള്ള ശത്രുവാണ്. അപ്പോൾ ആ ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ ഈ എവിടെയെങ്കിലും ചെയ്താൽ മതിയാവില്ല, ഒരു ബെൽറ്റ് രൂപപ്പെടണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ ബെൽറ്റിനെ രൂപപ്പെടുത്തിയത്. നന്മയാണത്. പക്ഷെ അടിസ്ഥാനപരമായി നന്മയല്ല, ഒരു തിന്മക്കെതിരെ നന്മയാണ്. തിന്മക്കെതിരെ മനസ്സിലാവണല്ലോ. സംഘടന വേണ്ടായിരുന്നു, പക്ഷെ വേണ്ടി വന്നു. എന്തുകൊണ്ട്? അത്രയും വലിയ പവറാണ് ആർക്ക്? ബ്രിട്ടന്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളോട് ഇവർ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു അനിവാര്യതയിൽ ഉണ്ടാക്കിയതാണ് എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു അനിവാര്യതയാണത്. പിന്നെ അതെന്തൊക്കെയോ ആയി. ഞാൻ ഗുണവും ദോഷം പറയുന്നത് ഇതിന്റെ ചർച്ചയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതാണ് സംഘടനയുടെ പൊതുവായ അടിസ്ഥാനം. സംഘടന ഉണ്ടാവാനുള്ള കാരണം, ഒരു ഓപ്പോസിറ്റ് പവറിനെതിരെയാണ് സംഘടന ഉണ്ടാവുക. പൊതുവായ ഒരു ശത്രുവോ പൊതുവായി പരിഹരിക്കേണ്ട ഒരു കാരണമോ ഉണ്ടാവുക എന്നതാണ് സംഘടന ഉണ്ടാകാനുള്ള കാരണം. ഒരു പൊതുവായ ശത്രുവോ അല്ലെങ്കിൽ പൊതുവായി പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമോ ഉണ്ടാകുന്നത് കാരണമായിട്ടാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. സംഘടനകളെ പൊതുവായി, മതസംഘടനകളെ പൊതുവായ യൂറോപ്പിൽ നിന്നാണ്. ലാറ്റിൻ ചർച്ചിന് ഒരു സംഘടനയാണ്. ലാറ്റിൻ ചർച്ച് ഒരു സംഘടനയാണ്. അതിൻ്റെ കീഴിൽ ഒരുപാട് ചർച്ചുകളുണ്ട്.
നിങ്ങളൊന്ന് ഇരുന്നിട്ട് ഒരു സെക്കൻഡ് ചിന്തിച്ച് നോക്കി. ലോകത്തെ എല്ലാം പള്ളികളെയും ബെൽറ്റ് ചെയ്യുന്ന ഒരു സംഘടന എന്നെങ്കിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. മഹല്ല അസോസിയേഷൻ ഇല്ല. മഹല്ലുണ്ട്, അസോസിയേഷൻ ഇല്ല. അല്ലാതെ ചിന്തിക്കണം, അതൊക്കെ ചിന്തിക്കണം. പണ്ഡിതന്മാർക്ക് അസോസിയേഷൻ ഇല്ല, ഖാദിമാർക്ക് അസോസിയേഷൻ ഇല്ല, ഒന്നുമില്ല. അവരൊക്കെ നന്മക്ക് വേണ്ടി വർക്ക് ചെയ്യും, ഒക്കെ നല്ലതാണ്, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. അതേസമയത്ത് ലാറ്റിൻ ചർച്ച് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഇന്നും ലോകത്തെ ഏറ്റവും ബലിഷ്ഠമായ സംഘടന ലാറ്റിൻ ചർച്ച. അതിൻ്റെ കോടാന കോടി സമ്പത്താണ്. അതിനാരുണ്ട്? ഒരു മേലധികാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അവിടെ തീരുമാനം. അങ്ങനെ ഒരു രീതി മുസ്ലിങ്ങൾക്കില്ല. ഒരു പണ്ഡിതനോട് ചോദിക്കും, ആ പണ്ഡിതന്റെ ഫത്വയെ സ്വീകരിക്കും. അങ്ങനെ അപ്പുറത്തെ മഹലിൽ വേറൊരു പണ്ഡിതനായിരിക്കും, അയാളോട് ചോദിക്കും, വേറെ അഭിപ്രായം പറയാതിരിക്കാം, അപ്പൊ അത് സ്വീകരിക്കും. ഇവർ ഒരു തലത്തിൽ ഗവേഷണം, മറ്റേ തലത്തിൽ ഗവേഷണം ചെയ്യും. അവർക്ക് അവരുടെ ന്യായങ്ങൾ ഉണ്ടാവും. ആ നാടിനൊക്കെ അതിൻ്റെ ഒരു നന്മ കൊണ്ട് അങ്ങനെ പോവുകയും ചെയ്തു, എന്നും പ്രശ്നമില്ല. എന്നാൽ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിൽ എല്ലാവരും ഒന്നാണ്. അതിനെ സംഘടന ആവശ്യമില്ല. 5 വക്ത നിസ്കാരമുള്ളൂ. 6 വക്ത് ഒരു കാളിയും പറഞ്ഞിട്ടില്ല, 4 വക്ത് ചുരുക്കിയിട്ടില്ല. പിന്നെ പറഞ്ഞ ആള് കാളിയുമല്ല. പിന്നെ ഒരാൾ കേരളത്തിൽ പറഞ്ഞു 3 വക്തേ ഉള്ളൂ, അയാൾ കാളിയായിട്ടുമില്ല. ഇത് ചിന്തിക്കണം. ഇതൊക്കെയാണ് രീതികൾ. അപ്പൊ അങ്ങനെ പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു, അതേപോലെ തന്നെ ഏഷ്യയിൽ സിറിയാക്ക് ഓർത്തഡോക്സ് ചർച്ച് വന്നു, അർമേനിയൻ ഓർത്തഡോക്സ്, അതിനൊക്കെ നൂറ്റാണ്ടുകളെ പഴക്കം. ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് വന്നു, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് വന്നു അലക്സാണ്ട്രിയയിൽ. അപ്പൊ അതിൻ്റെയൊക്കെ തന്നെ ചരിത്രങ്ങൾ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുസ്തകങ്ങളിലുണ്ട്. നമ്മളെ അവസ്ഥ എന്താണെന്നാലും ഓരോ നാട്ടിലെയും പൊതുജനങ്ങൾ അവരുടെ ദൈനംദിനവും സാമൂഹികമായ ആവശ്യങ്ങൾക്ക് ഭരണകൂടങ്ങളെ ആശ്രയിക്കും. ഭരണകൂടങ്ങൾ അത് നടത്തി കൊടുക്കും നല്ലവരാണെങ്കിൽ. ചിലപ്പോൾ ഭരണകൂടങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ വ്യക്തിപ്രഭാവതയുള്ള പണ്ഡിതന്മാർ, അതേപോലെ തന്നെ വലിയ വലിയ വ്യക്തികൾ, ഭരണകൂടം അംഗീകരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും, അവരോട് പോയി പറയും. അപ്പോൾ അവർ ഭരണകൂടത്തോട് പറയും, അപ്പൊ ആ കാര്യം നടത്തി കൊടുക്കും. മനസ്സിലായില്ല? ഇവർ വേറൊന്നുമില്ല. അങ്ങനത്തെ വ്യക്തികൾ എല്ലാ നാടുകളിലും ഉണ്ടായിരുന്നു. അവർ സംഘടനയുടെ ആവശ്യമൊന്നും AD 19-ാം നൂറ്റാണ്ട് വരെയോ 20-ാം നൂറ്റാണ്ട് വരെയോ മുസ്ലിങ്ങൾക്ക് പൊതുവെ ഉണ്ടായതേ ഇല്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ പോവും വരും. പിന്നെ ഈ വ്യക്തികൾക്ക് നല്ല പവർ ഉണ്ടാവും സൊസൈറ്റിയിൽ. ഭരണകൂടങ്ങൾ എപ്പോഴും പവറുകളുള്ള ആളുകളെ പ്രത്യേകം കണക്കിലെടുക്കും. ഒരു വലിയ പവറുള്ള ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കും. അപ്പൊ ഒരു പവറുള്ള ഒരാൾ, പിന്നെ ഒന്നുമില്ല. ഡൽഹി പോയിട്ട് പാഴൂർക്കാരനായ ഒരാൾക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ സയ്യിദ് മരക്കാരോട്, നമ്മളൊരു ക്ലാസ്സിലെ ആളായിരുന്നു സയ്യിദ് മരക്കാർ, നല്ല മനുഷ്യൻ, മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തോട് പോയി പറഞ്ഞു. അദ്ദേഹം സുലൈമാൻ സേഠ് സാഹിബുമായി നല്ല ബന്ധമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സേഠ് സാഹിബിനോട് പറയാം ഡൽഹിയിൽ ജോലി കിട്ടാത്തൊരു പാഴൂർക്കാരൻ്റെ കാര്യം. അങ്ങനെ സേഠ് സാഹിബിനോട് പോയി പറഞ്ഞു. സേഠ് സാഹിബ് അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം കോട്ടിട്ട് പുറത്തിറങ്ങി വന്നു. നമുക്ക് വാർക്കെ ധവാനോട് പോയി പറയാം. അങ്ങനെ ഈ പാഴൂരിൽ നിന്ന് ജോലി അന്വേഷിച്ച് ഡൽഹി പോയ വ്യക്തിയും അതേപോലെ തന്നെ സയ്യിദ് മരക്കാർ മാഷും പിന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ സേഠ് സാഹിബും കൂടി നേരെ RK ധവാന്റെ കോട്ടേജിലേക്ക് പോയി. അദ്ദേഹത്തോട് പോയി, എന്താ സേഠ് ജി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മൾ കേരളത്തിൽ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ജോലിയില്ല. അപ്പോൾ അത് ആദ്യം RK ധവാന് വിശ്വാസമില്ല. ഒരാൾക്ക് ജോലിയുടെ കാര്യം പറയാൻ വേണ്ടി മാത്രം സേഠ് ജി ഇന്ത്യ കോട്ടേജിൽ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിനാ വന്നത് ചോദിച്ചു. അതിനെ വന്നത് എന്നാൽ ഉടനെ തന്നെ അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അപ്പോയിൻമെന്റ് കൊടുത്തു. ഇത് RK ധവാന്റെ ഓഫീസിൽ 10 കൊല്ലം നടന്നാൽ കിട്ടിക്കൊള്ളുന്നില്ല. ഒരു പവറുള്ള വ്യക്തിയെ എപ്പോഴും ഭരണകൂടം ബഹുമാനിക്കും. ഇങ്ങനെ പവറുള്ള വ്യക്തികൾ എല്ലാ നാടുകളിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളോട് ജനങ്ങൾ പോയി പറയും, ഒരു അസോസിയേഷൻ ആവശ്യമൊന്നും മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു നമ്മൾ വന്നിരുന്നത്. ഇതാണ് ഓർഗനൈസേഷനും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇനി എങ്ങനെയാണ് നമുക്ക് ആദ്യമായി ഓർഗനൈസേഷൻ വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇനി ഓർഗനൈസേഷന്റെ ചരിത്രം പറയാം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പൊതുവായ ശത്രുവോ അല്ലെങ്കിൽ ഒരു പരിഹരിക്കപ്പെടേണ്ട വലിയൊരു കാരണമോ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു ഓർഗനൈസേഷൻ വരിക. അങ്ങനെ വന്നത് സത്യത്തിൽ അടിസ്ഥാനപരമായി അങ്ങനെ വരുന്നത് AD 1744 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വരവിനു ശേഷമാണ്. ഞാൻ
അതിനെപ്പറ്റി വളരെ കൂലങ്കഷമായി പഠിച്ചു. എന്നാൽ അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുമില്ല, സംഘടനയൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം മുഹമ്മദ് ബിൻ സഊദിന്റെ ഭരണകൂടവുമായി യോജിച്ചു, എന്നിട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ ഭരണകൂടം കയ്യിലുണ്ടാകുമ്പോൾ പിന്നെ ഒരു സംഘടനയുടെ ആവശ്യവും ഇല്ല. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം വലിയ മുഹമ്മദ് ബിൻ സഊദിന്റെ ഭരണകൂടത്തിന് വലിയ പവർ നേടി. ആ പവറിലാണ് AD 1792 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിക്കുന്നത്. 800-ന്റെ തുടക്കം 1-ാമത്തെ ദശകം വരെയും അദ്ദേഹത്തിന്റെ ഈ ആദർശ പ്രസ്ഥാനത്തിന് വലിയ വളർച്ചയുണ്ടായി. കാരണം കൂടെ ഒരു ഭരണകൂടമുണ്ട്, ഒരു അസോസിയേഷൻ ആവശ്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ 1810-കളിൽ അത് ഭരണകൂടം, വലിയ ഭരണകൂടമായിരുന്നു അന്ന് തുർക്കി ഖിലാഫത്ത് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞാൽ അതിനെ മുന മുഴുവനും ഒടിച്ചു. ഇല്ലാതായി എന്ന് പറയണ്ട, മുത്തങ്ങ പോലെ കിടന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചെത്തിക്കോരിയാലും മുറ്റത്ത് മുത്തങ്ങയുടെ വേര് ഇങ്ങനെ കിടക്കും. ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു, പക്ഷെ അവരെന്താ ഇല്ലാതായി? എപ്പോഴും ഞാൻ പറയുന്നത് മുസ്ലിം ഭരണാധികാരികളും പണ്ഡിതന്മാരും ഒന്നിനും ഒരു കാലത്തും പൂർണ്ണമായി ഇല്ലാതാക്കൂല. അതായത് അതിൻ്റെ മോന ഒടിച്ചിടുന്നല്ലാതെ അവർക്കും അവരുടേതായ ഒരു എന്താ പറയുക അവകാശം ഉണ്ടല്ലോ എന്ന്. ഭൂമിയുടെ അവകാശികൾ എന്നൊരു പുസ്തകമുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ഈ ഭൂമിയിൽ അവർക്കും അവകാശം ഉണ്ടല്ലോ. അവരെ മോനെ അടിച്ചു, അവർ വല്ലാത്ത സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ ആലോചിക്കണം അവരുടെയൊക്കെ നന്മയാണ് അവരൊക്കെ ചെയ്തത്. അങ്ങനെ 1-ാം ദശകത്തിന്റെ മാഹൗലിൽ AD 1813 കൂടെ ആ പ്രസ്ഥാനം ക്ഷയിച്ചു. അതിനുശേഷമാണ് സത്യത്തിൽ സത്യത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മുസ്ലിം മതസംഘടന, ലോകത്തെ തന്നെ ഒരു പക്ഷേ ആദ്യത്തെ മുസ്ലിം മതസംഘടന അതാവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു വരാം, ശ്രദ്ധിക്കണം. ഇവിടെ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഷാ വലിയുല്ലാഹി ദഹ്ലവിയിലേക്ക് മടങ്ങണം. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ കാലം, ഇത് നല്ല മനുഷ്യനായിരുന്നു. ഞാൻ ഇവരെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ കുറ്റൊന്നും പറയുന്നില്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവിക്ക് ആകെ ഞാൻ മനസ്സിലാക്കിയ ഒരു കേടേ ഉള്ളൂ, അത് നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് 1730-കളിൽ അദ്ദേഹം ഹജ്ജിന് പോയി. അദ്ദേഹത്തിന്റെ കാലം 1762 ഇതാണ് അദ്ദേഹത്തിന്റെ കാലം. 1703 മുതൽ 1762 ആണ് മരിക്കുന്നത് ഷാ വലിയുല്ലാഹി ദഹ്ലവി. ഇതിൽ 1730-കളിൽ അദ്ദേഹം ഹജ്ജിന് പോകുമ്പോൾ അല്ലേ, ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ അവിടെ ഈ എന്താ പറയുക, ഇബ്നു തൈമിയയുടെ ചിന്താധാരകളൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബൊക്കെ വഴിയായി വീണ്ടും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമായി ഷാ വലിയുല്ലാഹി ദഹ്ലവി ആകൃഷ്ടനായി. അദ്ദേഹം തിരിച്ചു വന്നു ഇന്ത്യയിൽ. അദ്ദേഹം 1762 മരിക്കുന്നു. അദ്ദേഹമാണ് ഒരു നിലക്ക് ഇന്ത്യയിലേക്കുള്ള വഹാബിസത്തിന്റെ ആദ്യത്തെ കവാടം എന്ന് വേണമെങ്കിൽ പറയാം. സംഘടനയൊന്നും ഉണ്ടാക്കിയില്ല, വലിയ കുഴപ്പമുണ്ടാക്കിയില്ല. അദ്ദേഹമാണ് ഇബ്നു തൈമിയ. അദ്ദേഹത്തെ വഹാബി എന്നും പറഞ്ഞൂടെ, എന്തുകൊണ്ട്? ഈ അന്നൊരു വഹാബിയത്ത് ഒരു ഭരണകൂടത്തിന്റെ ചുവട് പിടിച്ചൊരു ശക്തിയൊന്നും അന്ന് വന്നിട്ടില്ല. 730-കളിലാണ്, 744-ലാണ് ഇബ്നു സഊദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കരാറാകുന്നത്. ഇത് 30-കളിലാണ്. പക്ഷെ തൈമിയൻ ചിന്താധാരകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. അദ്ദേഹം തൈമിയൻ ചിന്താധാരകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങിയ ആദ്യത്തെ ആളാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. ഒരു നിലക്ക് അദ്ദേഹത്തിന് ആകെ ഞാൻ കാണുന്ന ഒരു അപാകത തൈമിയൻ ചിന്താധാരകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ ചില അപഭ്രംശങ്ങൾ ഇടക്കാലത്തുണ്ടായത് മാത്രമാണ്. എന്നാൽ അങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേരമകനായ ഷാ ഇസ്മായിൽ ദഹ്ലവി. അദ്ദേഹം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്നല്ല ലോകത്തെ ആദ്യത്തെ സംഘടന ഉണ്ടാക്കുന്നതും ഷാ ഇസ്മായിൽ ദഹ്ലവി ആണെന്ന് പറയാം. ആദ്യത്തെ സംഘടന അഹ്ലെ ഹദീസാണ്. ഇതൊരു പൊതുരീതിയല്ല. എന്തുകൊണ്ട്? പൊതുരീതിക്ക് മൊത്തമായി സംഘടന, മൊത്തം നമ്മൾ ആളുകൾ ഷിയാക്കളല്ലാത്തവർ മൊത്തം അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞു. അതിനൊരു സംഘടനയൊന്നുമല്ല. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് എന്തുണ്ടാക്കിയത്? അഹ്ലെ ഹദീസ്. അല്ലെങ്കിൽ പിന്നെ അഹ്ലെ ഹദീസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അഹ്ലുസുന്നയല്ലേ എല്ലാവരും. ഷിയാക്കളല്ലാത്തവരെല്ലാവരും ആരാണ്? അഹ്ലുസുന്നയാണ്. എന്നാൽ ഷാ ഇസ്മായിൽ ദഹ്ലവി ആണ് എന്തുണ്ടാക്കിയത്? ആദ്യമായി 1730-കളിലാണ്, 1830-കളിൽ, കറക്റ്റ് 1830-കളിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ 1821 അദ്ദേഹവും തൻ്റെ ശിഷ്യൻ
തൻ്റെ ശിഷ്യൻ സയ്യിദ് അഹമ്മദ് ദഹ്ലവിയും അവരുടെ ശിഷ്യനായ വിലായത്ത് അലി ഖാനും എല്ലാവരും കൂടെ ഒന്നിച്ച് 1821 ഹജ്ജിന് പോയി. ഒന്നിച്ച് ഹജ്ജിന് പോയിട്ട് അവിടെ 23 മടങ്ങിയത്. 2 വർഷം അവിടെ താമസിച്ചു. ഈ ഗ്രൂപ്പ്, അതായത് പണ്ഡിതന്മാരാണ്. ഷാ ഇസ്മായിൽ ദഹ്ലവി, പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സയ്യിദ് അഹമ്മദ് ദഹ്ലവി, അദ്ദേഹത്തിന്റെ ശിഷ്യനായ വിലായത്ത് അലി ഖാൻ, അവരൊക്കെ പണ്ഡിതന്മാരാണ്. അവർ മക്കയിൽ പോയി. അങ്ങനെ അവിടെ പിന്നെ മക്കായും പരിസരങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട വഹാബി ട്രൈബ്സുമായി ഇവർ ബന്ധപ്പെട്ടു. അന്ന് അവർ വല്ലാതെ പുറത്തില്ല. എന്തുകൊണ്ട്? 1813 വഹാബിയത്തിനെ പൂർണ്ണമായി തുർക്കികൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വഹാബി ട്രൈബ്സിനുമായി ഇവർക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നത് അവർ ഈ 2 വർഷം കൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ പോയി വഹാബിയത്തിന്റെ അടിസ്ഥാനത്തെ പഠിച്ചു. അതിന് കാരണം എന്താ? ഇവരുടെ ഷാ ഇസ്മായിൽ ദഹ്ലവിയുടെ വല്ലിപ്പ നേരത്തെ തന്നെ നജ്ദിയൻ തൈമിയൻ ചിന്താധാരയിൽ ആകൃഷ്ടനാണ്. അതിന് ശേഷം ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആ മൂവ്മെന്റ് പിന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു ഗ്ലാനി, ഒരു മാനസികമായ ഒരു ദുഃഖവും ഇവർക്കൊക്കെ ഉണ്ടായേക്കാം. കാരണം ഇവരൊന്നും നജ്ദിയൻ പ്രാസ്ഥാനികത്തോട് ഐക്യദാർഢ്യപ്പെട്ടവരാണ്. കാരണം അടിസ്ഥാനപരമായി ഇവർ തൈമികളാണ്. അപ്പൊ ഈ വഹാബി ട്രൈബ്സുമായി ഈ കാലഘട്ടത്തിൽ ഇവർ വളരെ കൂടുതൽ ബന്ധപ്പെട്ടു. 1821 പോയി 1823 ഈ ഗ്രൂപ്പ് തിരിച്ചു വന്നതിന് ശേഷം 1830 അടുത്തുണ്ടാക്കിയതാണ് അഹ്ലെ ഹദീസ്. ഇതാണ് ഒരു പക്ഷേ ലോകത്തെ ആദ്യത്തെ മുസ്ലിം സംഘടന. ലോകത്തെ ആദ്യത്തെ മുസ്ലിം സംഘടനയും ആദ്യത്തെ വഹാബി സംഘടനയും ഇതായിരിക്കും. എന്താണ് ഈ സംഘടന ലക്ഷ്യം? ഈ സംഘടന ലക്ഷ്യം വഹാബിയത്ത് പുനരുദ്ധരിക്കുക എന്നാണ്. അപ്പോൾ അറബ് നാട്ടിലൊക്കെ വഹാബിയത്ത് അടിച്ചമർത്തിട്ടുണ്ട്. പിന്നെ അവർ 800 അവസാനം തിരിച്ചു വരുന്നു. 890 ശേഷം അറബ് നാട് തിരിച്ചു വരുന്നു. ഇവിടെയൊക്കെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ഇവരെല്ലാം ഷാ ഇസ്മായിൽ ദഹ്ലവി അദ്ദേഹമാണ് തഖ്വിയത്തുൽ ഈമാൻ എഴുതിയത്. തഖ്വിയത്തുൽ ഈമാനിനെ എതിർക്കുക എന്നതിലാണ് ആദ്യമായി സമസ്ത ശ്രദ്ധിച്ചത്. അത് തഖ്വിയത്തുൽ ഈമാനല്ല, അത് തഖ്വിയത്തുൽ ഈമാനാണ്. അത് ഈമാനെ ശക്തിപ്പെടുത്തുന്നതല്ല, അത് ഈമാനെ നശിപ്പിച്ചു കളയുന്നതാണ് എന്നാണ് സമസ്തയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രഖ്യാപിച്ചത്. അതായത് വഹാബിയത്തിന് വേണ്ടിയുള്ള ഒരു ഫിലോസഫിക്കൽ ബേസ് ഉണ്ടാക്കി ആര്? ഷാ ഇസ്മായിൽ ദഹ്ലവി 30കളിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, അഹ്ലെ ഹദീസ്. അത് ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം അത് കൊണ്ടുവന്ന ചില സാഹചര്യങ്ങളിൽ തൊട്ടടുത്ത സമുദായങ്ങളുമായിട്ട് ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. ചിന്തിക്കണം. അതായത് ഇതിന് സ്വഭാവമുണ്ട്. ഇത്തരം സംഘടനകൾക്ക് സ്വാഭാവികമായി തൈമിയൻ ചിന്താധാരയാണെങ്കിലും വഹാബി ചിന്താധാരകളും ഒരു മിലിറ്റൻസി സ്വാഭാവികമായും അതിൻ്റെ ഉള്ളിൽ കയറും. പിന്നെ മുത്തങ്ങ പോലെ അതങ്ങനെ കിടക്കും, മുത്തങ്ങ പോലെ കിടക്കും. മിലിറ്റൻസി ഇല്ലാത്തൊരു വഹാബിയത്ത് ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? മിലിറ്റൻസിയിൽ ഒപ്പിട്ട് തുടങ്ങിയതാണ് 1744. അത് അതിൽ ഉള്ളിൽ കിടക്കും. ചിലപ്പോൾ അവര് മിലിറ്റൻസി ഒന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. നല്ല നല്ല വൃക്ഷം വെച്ച് പിടിപ്പിക്കും, സ്കൂൾ ഉണ്ടാക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മിലിറ്റൻസി ഉണ്ട്. ഇവരാണ് ആദ്യമായി ഇന്ത്യൻ മുജാഹിദീൻ ഉണ്ടാക്കിയത്. 1831 ഇന്ത്യൻ മുജാഹിദീൻ. ഞാൻ ഇന്ത്യൻ മുജാഹിദിനെ കുറിച്ച് ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല. പഠിക്കാൻ നമ്മൾ വലിയ പഠനം നടത്തണം. എനിക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വഹാബി സംഘടനയുടെ മിലിറ്റൻസിയാണ് മിലിറ്റൻസി ഗ്രൂപ്പാണ് ഇന്ത്യൻ മുജാഹിദീൻ. ഇതിനോടുള്ള ഒരു നയപരമായ ഒരു ബന്ധുത്വം കൊണ്ടായിരിക്കാം 1947 കേരള നദ്വത്തുൽ മുജാഹിദീൻ ഉണ്ടായപ്പോൾ ആ പേര് അവർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയേക്കാം, മേ ബി. ചരിത്രം പഠിക്കുന്ന ആളുടെ ഒരു അങ്ങനെ കിട്ടും, നമുക്കത് അങ്ങനെ മനസ്സിലാവും. അല്ലെങ്കിൽ എന്തൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ വേറെയും പേരുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വഹാബികളെ കേരളത്തിലെ ആദ്യത്തെ സംഘടനയല്ല കേരള നദ്വത്തുൽ മുജാഹിദീൻ. അവർ വളർന്നതിന് ശേഷം ഉണ്ടായ സംഘടനയാണ്. ആദ്യ സംഘടന അതല്ല. ആ സംഘടനയ്ക്ക് ഈ പേര് വരാൻ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേര് വരേണ്ട സാഹചര്യമൊന്നും ഇല്ല. അങ്ങനത്തെ പേര് വരേണ്ട സാഹചര്യം. പക്ഷെ ഒരു താദാത്മ്യത എന്തുമായി? ആദ്യത്തെ
ഇന്ത്യയിലെ വഹാബി മിലിറ്റൻസിയാണ് എന്ത് 1831 ഫസ്റ്റിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ മുജാഹിദീൻ. അതിന്റെ അടിസ്ഥാന ഓർഗനൈസേഷനാണ് എന്ത് അഹ്ലെ ഹദീസ്. മനസ്സിലായില്ലേ? അതിന്റെ മിലിറ്റൻസി ഗ്രൂപ്പാണ് എന്ത് ഇന്ത്യൻ മുജാഹിദീൻ. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, വേദനാജനകം എന്ന് പറയട്ടെ, ഈ ഇന്ത്യൻ മുജാഹിദീൻ 1831 ഉണ്ടാക്കിയ അതോടുകൂടെ സിഖുകാരും ഇവരും തമ്മിൽ, വഹാബികളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ യുദ്ധത്തിൽ ഷാ ഇസ്മായിൽ കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് വഹാബി ഗ്രൂപ്പുകളെല്ലാം അദ്ദേഹത്തെ ഷാ ഇസ്മായിൽ ഷഹീദ് എന്ന് വിളിക്കുന്നു. അവർ കൊല ചെയ്യപ്പെട്ടത് യുദ്ധത്തിലാണ്. ആരുമായുള്ള യുദ്ധത്തിൽ? സിഖുകാരുമായുള്ള യുദ്ധത്തിൽ. സുന്നികൾ സൂഫികൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, ഒന്നും ഒരിക്കലും ചെയ്യൂല. എന്തുകൊണ്ട്? എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരു ഡിഫെൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ എന്നൊരു പ്രതിരോധിക്കുമെന്നല്ലാതെ ഒരു കാരണവശാലും ഒരു മതവിഭാഗത്തോട് യുദ്ധത്തിന് പോവില്ല, ഒരിക്കലും പോവില്ല. എന്ന് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ അക്കാലത്ത് ഖാദിരിയ ത്വരീഖത്തുകൾ ഉണ്ടായിരുന്നു, നക്ഷബന്ധ്യത്ത്. അവരോടും ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആര്? ഇന്ത്യൻ മുജാഹിദീൻ. അവരടിസ്ഥാന സംഘടനയാണ് അഹ്ലെ ഹദീസ്. അതിന്റെ മിലിറ്റൻസിയാണ് ഇന്ത്യൻ മുജാഹിദീൻ. അവിടെ നിന്നാണ് സത്യത്തിൽ ലോകത്തെ സംഘടനകളുടെ തുടക്കം. ആദ്യമായി മുസ്ലിം സമുദായത്തിൽ സംഘടന തുടങ്ങിയത് വഹാബി ചിന്താധാരയിൽ അധിഷ്ഠിതരായ ആളുകൾ മാത്രമാണ്. വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഇനി അവിടുന്ന് അങ്ങോട്ട് പോകാം. പിന്നെ അതൊരു എന്താ പറയാ, സംഘടനകളുടെ കാലം വന്നു. ഇനി നമുക്ക് സംഘടനകളെ ഇനിയും പറയാം. ഇന്ത്യൻ മുജാഹിദീൻ വന്നു. പിന്നീട് വരുന്ന സംഘടന ഈജിപ്തിലാണ്. ചരിത്രത്തിൽ എനിക്ക് കിട്ടിയത്, ഇനിയും ആഴത്തിലേക്ക് പഠിച്ചാൽ കിട്ടുമായിരിക്കാം, നമ്മൾ ഇതിനെ വേണ്ടി പഠിച്ച. പിന്നീട് വരുന്ന ലോകം അറിയപ്പെടുന്ന സംഘടന അൽ മദ്ഖലിയ, മിസ്രിൽ, ഈജിപ്തിൽ. നജിദിയൻ വഹാബിസത്തെ സഹായിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. അന്ന് സൗദി അറേബ്യ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യ രൂപീകരിക്കപ്പെടുന്ന 1932 വഹാബികൾ ആദ്യമായി മക്ക പിടിച്ചടക്കുന്നത് 1924 ആദ്യമായി അവരുടെ മിലിറ്റൻസി തുടങ്ങുന്നത് 20th സെഞ്ചുറിയുടെ തുടക്കത്തിലാണ്. 900, 901, 902 വഹാബിയത്ത് തിരിച്ചു വരുന്നത്. അപ്പോഴത്തിന് തുർക്കി ഖിലാഫത്ത് ക്ഷയിച്ചു. തുർക്കിയിലെ അവസാനത്തെ ഖലീഫയെ 1908 ഗ്രീസിലേക്ക് നാട് കടത്തി. വളരെ ക്ഷയിച്ചു. അങ്ങനെ ആയി വന്നു. അപ്പോൾ 1892 ഈജിപ്തിൽ വഹാബിസം പ്രചരിപ്പിക്കപ്പെടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അൽ മദ്ഖലിയ ഈജിപ്ത്. അതേപോലെ തന്നെ വേറെ ഈജിപ്തിൽ ആദ്യം അതിന് മുമ്പിൽ സംഘടന ഉണ്ടായിട്ടുണ്ട്. 1890 രണ്ടാമത്തെ സംഘടന, 92 മൂന്നാമത്തെ സംഘടനയാണ് എന്റെ അറിവിൽ. ആ സംഘടന പേര് അസ്സലഫിയ അത്തൻബീരിയ എന്നാണ്. ആ സംഘടനയുടെ ആളുകൾ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ തിൽമീദുമാരാണ്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. ഇസ്ലാമിക് മോഡേണിസത്തിന്റെ വക്താവായിരുന്നു ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒന്നിച്ചു ചേർന്ന് അസ്സലഫിയ അത്തൻബീരിയ, വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി അസ്സലഫിയ അത്തൻബീരിയ എന്നൊരു സംഘടന ഉണ്ടാക്കി. മൂന്നാമതും ഉണ്ടാക്കിയ സംഘടനയും അറിവിൽപ്പെട്ടിടത്തോളം ഈജിപ്തിലാണ് അൽ മദ്ഖലിയ. നാലാമത്തെ സംഘടന ഇന്തോനേഷ്യയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം സംഘടനയാണ് വായിക്കുന്നത്, അതും വഹാബി സംഘടന. അപ്പൊ ഒന്നാം സംഘടന, രണ്ടാം സംഘടന, മൂന്നാം സംഘടന, നാലാം സംഘടനയാണ് ഇനി നമ്മൾ വായിക്കുന്നത്. മനസ്സിലായില്ലേ? നാലാം സംഘടന അൽ മുഹമ്മദിയ. ഈ സംഘടനയുടെ ഒക്കെ, ഈ വഹാബി സംഘടനയുടെ ഒക്കെ ഒരു രീതി എന്താണെന്നാൽ അവർ വന്നത് മുഴുവനും നല്ല പേരുകളില്ല. അൽ മുഹമ്മദിയ, മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ സാധാരണ ജനങ്ങളൊക്കെ അത് മനസ്സിലാക്കുകയും ചെയ്യും. മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി വരായിരിക്കും നടത്തുക എന്നൊക്കെ സ്വാഭാവിക ജനങ്ങൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കത്തിൽ 912 ഇന്തോനേഷ്യയിൽ അൽ മുഹമ്മദിയ എന്നൊരു മുസ്ലിം സംഘടന, വഹാബി സംഘടന വന്നു. അടുത്ത സംഘടനയും ഇന്തോനേഷ്യത്തിൽ തന്നെയാണ്, അൽ ഇർഷാദിയ. അതിന്റെ പൂർണ്ണമായ പേര് ജംഇയ്യത്തുൽ ഇസ്ലാഹി വൽ ഇർഷാദിൽ ഇസ്ലാമിയ. മുസ്ലിങ്ങളെ നേർമാർഗത്തിലാക്കുക, നന്നാക്കിയെടുക്കുക എന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒക്കെ പറഞ്ഞിട്ടേ ഇതൊക്കെ രംഗത്ത് വരുള്ളൂ. ഒക്കെ നന്നാക്കുക, എല്ലാവരും നന്നാക്കണം എന്ന്. നന്നാക്കലിന് വേണ്ടി, സത്യത്തിൽ നന്നാക്കലിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. മുസ്ലിം സമുദായത്തിൽ നന്നാക്കൽ നബി തുടങ്ങിയതാണ്. പിന്നെ അതിൻ്റെ ഒഴുക്കിങ്ങനെ പോരും. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഏരിയയിലെ
ആളുകൾ നാശമായിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ ഇടപെട്ട് നന്നാക്കിയെടുത്താലും മതി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടക്കാലത്ത് നടന്നിട്ടും ഉണ്ട്. പിന്നെ 916 ഈജിപ്ത് തന്നെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, അസുന്നത്തുൽ മുഹമ്മദിയ. നജ്ദിയൻ വഹാബിസം പ്രചരിപ്പിക്കുക മുസ്ലിങ്ങൾക്കിടയിൽ. അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഷെയ്ഖുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഫിക്കിയാണ് ഈ വഹാബി സംഘടന ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ അസറിനെ പറ്റി വിമർശിച്ച ഒരു പ്രസംഗം പണ്ട് നടത്തിയപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കൂടെ ചാടിയിരുന്നു. പിന്നെ എല്ലാവരും ചാടിയാലും കുഴപ്പമൊന്നുമില്ലാത്തൊരു തലയാണ് എൻ്റെത് കൊണ്ടായിരിക്കാം ഞാനതൊന്നും വല്ലാതെ പറയാതിരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, ആർക്കും പഠിക്കാം. ഞാനത് ഇനി പഠിക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ കഴിയും. അങ്ങനെ 1916 ഒരു സംഘടനയുണ്ട്. പിന്നെ ലോകത്തെ സംഘടന കേരളത്തിലാണ്. പിന്നെ ലോകത്തെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ആദ്യത്തെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നമ്മൾ പറഞ്ഞു, 3, 4, 5, 6 അസുന്നത്തുൽ മദ്ഖലിയ. ലോകത്തെ 7ാമത്തെ സംഘടനയും, ലോകത്തെ തന്നെ 7ാമത്തെ മുസ്ലിം സംഘടന വഹാബിയത്തിന്റെ സംഘടനയും ആണ് എന്ത്? കേരള മുസ്ലിം ഐക്യ സംഘം. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വഹാബി സംഘടന, ലോകത്തെ 7ാമത്തെ വഹാബി സംഘടന, ലോകത്തെ 7ാമത്തെ മുസ്ലിം സംഘടന. 922 പിന്നെ സംഘടന ഉണ്ടായി തുർക്കിയിൽ, അദ്ദിയാന, ദീൻ നടക്കൽ, ദീനിന് വഴിപ്പെടൽ, ദീൻ സ്വീകരിക്കൽ, ഇതൊക്കെ എൻ്റെ അർത്ഥം അദ്ദിയാന. തുർക്കിയിൽ അത് 1923 1923. 926 ഈജിപ്തിൽ വീണ്ടും ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട്, അദ്ദഅവത്തു സലഫിയ്യ. പിന്നെ 928 ഈജിപ്തിൽ തന്നെ ഉണ്ടായി മുസ്ലിം ബ്രദർഹുഡ്. നിങ്ങൾക്കറിയാലോ, അതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഹസനുൽ ബന്ന. ആരുടെ ശിഷ്യൻ? റഷീദുൽ ശിഷ്യനാണ് ഹസനുൽ ബന്ന. പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, മോഡേൺ സലഫിസത്തിന്റെ വക്താവാണ് ആര്? റഷീദുൽ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഹസനുൽ ബന്ന. അവര് തുടങ്ങിയ തന്നെ ഒരു തരം മിലിറ്റൻസിയിലാണ്, മനസ്സിലായോ? പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയിലേക്കൊക്കെ ആ സ്വാധീനം വന്നിട്ടുണ്ട്. ഞാൻ അവരാരും വിമർശിക്കലല്ല കേട്ടോ, ഇതിൽ ലക്ഷ്യം ഞാൻ നിങ്ങളൊക്കെ നന്മ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുക. ഒരിക്കലും ഞാൻ നിങ്ങളെ ഇതിൽ എതിർക്കൂല. പക്ഷെ ചില അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചു പോയി, അത് വലിയ അബദ്ധമാണ്, ചെറിയ അബദ്ധമല്ല, വലിയ അബദ്ധമാണ്. ഈ ആളുകളെല്ലാം വലിയ ആളുകളാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതിന്റെ ഒരു 60 വയസ്സൊക്കെ എത്തിയതുകൊണ്ടായിരിക്കാം ഞാൻ ഒന്ന് ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംഘടനയെ പറ്റി നമ്മൾ കാണുന്നത് 947 കേരള മുസ്ലിം ഐക്യസംഘം മാറി 947 1947 കേരള നദുവത്തുൽ KNM, കേരള നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടായി. ഇതാണ് സംഘടനകളുടെ ചരിത്രം. അങ്ങനെ വന്നപ്പോൾ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വലിയ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടി സുന്നി സൂഫികൾ നിർബന്ധിതരായി സംഘടന ഉണ്ടാക്കാൻ. നമ്മളാണ് ആദ്യം സംഘടന ഉണ്ടാക്കിയത് എന്ന് വാദിക്കുന്ന സുന്നി കുട്ടികളുണ്ട്. അവർക്ക് ദുനിയാവ് എന്താണെന്നും അറിയില്ല, ദീൻ എന്താണെന്നും അറിയില്ല. അഞ്ജനം എന്നത് ഞാനറിയാം, എന്തൊക്കെ ആദ്യം നമ്മൾ ഉണ്ടാക്കി, വിചാരിച്ചാൽ ഉണ്ടാക്കി എന്നാൽ അതും ആദ്യം നമ്മൾ ഉണ്ടാക്കി എന്ന് പറയാവുന്ന ഒരു മനസ്സായിരിക്കാം അതിന്റെ പിന്നിൽ. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതൊരു അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതൊന്നും നമ്മളല്ല ഉണ്ടാക്കി, നമുക്കതിന് ആവശ്യമില്ല. വളരെ ഒരു ഒഴുക്ക് ഇങ്ങനെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒഴുക്കിനെതിരെ ഇനി ഒന്നും ചെയ്യേണ്ടായില്ല. ഒരു ഷേർഡ് പർപ്പസ്, നബി തുടങ്ങിയതല്ലാത്തൊരു ഷേർഡ് പർപ്പസ് നമുക്ക് എതിരെയില്ല. ഒന്ന്, പിന്നെ ബഹുഭൂരിപക്ഷം നമ്മുടെ ചിന്തയിലുമാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങൾ സുന്നികളാണ്. അപ്പൊ ആ സുന്നികൾക്കെതിരെ പിന്നെ എന്തിനായിട്ട് സംഘടന ഉണ്ടാക്കണം? അവർ നിർബന്ധിതരായി സുന്നി മുസ്ലിങ്ങൾ 900ന്റെ തുടക്കത്തിൽ, അതായത് അഹ്ലെ ഹദീസ് വന്നു, അതിന് വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ല. നല്ല പവറുള്ള സുന്നി നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. എന്തെന്നാൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നതോടുകൂടെ അമേരിക്കയും ബ്രിട്ടനും വഹാബിസത്തെ പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കയറ്റിവിടാനുള്ള എല്ലാ സൗകര്യവും വഹാബികൾക്ക് നൽകി. അതിന് അമേരിക്കക്ക് ഒരു താല്പര്യമുണ്ട്, ബ്രിട്ടൻ. എന്തുകൊണ്ട്? ബ്രിട്ടനും അമേരിക്ക നിങ്ങൾ ഇന്ത്യ കൂടെ തന്നെ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ. ഞാൻ ഒരു കുട്ടിയെപ്പോലെയാണ് ഇത് സംസാരിക്കുന്നത്, ഒരു താല്പര്യമില്ല. ഒരു കുട്ടിയെപ്പോലെ സംസാരിക്കുക, ഒരു കുട്ടിയെപ്പോലെ അന്വേഷിക്കുക. ഒരു കുട്ടിയുടെ മനസ്സാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ. എനിക്ക് ഇപ്പോൾ ഒരാൾ തിരുത്തി തന്നാലും ഞാൻ തിരുത്തും, ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, പിന്നെ ഫസ്റ്റ് വേൾഡ് വാർ 1914 തുടങ്ങിയിട്ട് 1918 അവസാനിക്കുകയാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നതോടുകൂടെ ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നു വീണു.
അതോടുകൂടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ആക്സസ് ആയി ഉണ്ടായി. ആർക്ക്? അമേരിക്കക്കും ബ്രിട്ടൻ. അവർക്ക് വലിയ താല്പര്യങ്ങൾ അതിനുണ്ടായിരുന്നു എന്ന് എൻ്റെ എന്താ പറയാ, എൻ്റെ യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം വായിച്ചവർക്ക് പെട്ടെന്ന് അടിച്ചു കയറി. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ അവർക്കൊരു ലക്ഷ്യം കൊണ്ടായിരുന്നു, ഇനി ഒരിക്കലും ഇസ്ലാമിക ഖിലാഫത്ത് സംഘടിപ്പിക്കപ്പെടരുത്. ഇസ്ലാമിക ഖിലാഫത്ത് സംഘടിപ്പിക്കപ്പെടാതിരിക്കാൻ ഒന്നേ നിർവാഹമുള്ളൂ, ഡിവൈഡ് ആൻഡ് റൂൾ. ഭിന്നിപ്പിക്കുക. അതും എന്തിൽ ഭിന്നിപ്പിക്കണം? തൗഹീദിൽ ഭിന്നിപ്പിക്കുക. പിന്നെ ഒരിക്കൽ മുസ്ലിങ്ങൾ യോജിക്കൂല. ലോകാവസാനം വരെ മുസ്ലിങ്ങൾ യോജിക്കൂല. ഉറപ്പ്. ഒരിക്കലും യോജിക്കൂല. എന്തുകൊണ്ട്? എന്തിലെങ്കിലും അല്ല തെറ്റിയത്. എന്തിനാ തെറ്റിയത്? തൗഹീദിൽ തെറ്റി. ഇവരെ ഇതിനു പറ്റും, ഇവരെ ഇന്ന ലോക മുസ്ലിങ്ങളെ വിവിധ ചേരിയിലാക്കാൻ ഈ ആശയത്തെ പറ്റും എന്ന് അമേരിക്ക ബ്രിട്ടൻ സഖ്യകക്ഷികൾ കണ്ടെത്തി. ലോക രാജ്യങ്ങളെ മുഴുവൻ അവർ ഡോളർ അങ്ങോട്ട് കൊടുത്ത് കയറ്റി അങ്ങോട്ട് വിട്ടു. ലോക രാജ്യങ്ങളിൽ അടിച്ചു വീശി മുഴുവനും പണം വന്നു, സൗകര്യങ്ങൾ, വെറുതെ കിട്ടുന്ന മാസികകൾ. മനസ്സിലായില്ലേ? ആരാ ഇതിന്റെ പിന്നിൽ? അമേരിക്കയും ബ്രിട്ടനും. ഇനി അതിന് നശിപ്പിക്കപ്പെട്ട ഒരു ഖിലാഫത്തിനെ, അതും ഒന്നാം ലോക മഹായുദ്ധത്തിൽ വലിയ 4 കോടി ജനങ്ങളെ കൊലപ്പെടുത്തിയിട്ടാണ് ഒരു ഖിലാഫത്ത് തകർക്കുന്നത്. അതിന്റെ പിന്നിലുള്ള പൊതുവായ പർപ്പസ്, ലക്ഷ്യം എന്തെന്നായിരുന്നാൽ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ലക്ഷ്യം അതന്നെയാ. എന്ത്? ഖിലാഫത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല. നശിപ്പിച്ചു. 50 ലക്ഷം മുസ്ലിങ്ങളെയാണ് തുർക്കിയിൽ മാത്രം സഖ്യകക്ഷികൾ കൊന്നത്. പാവം. ഇനി അത് പാവമാണ് എന്നൊരു തുർക്കി ഇതിലേക്ക് ഇറങ്ങിയിട്ടുമില്ല. ഇത് തുർക്കിയുടെ പ്രശ്നമല്ല, ഇത് ജർമ്മനിയുമായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ എന്തിനെ വലിച്ചിറക്കി? ഇപ്പൊ നിങ്ങൾ രണ്ടാളും തല്ലുന്നിടത്തേക്ക് ഇന്ന സലാം വലിച്ചിറക്കുക, എന്നിട്ട് പിന്നെ നിങ്ങളെല്ലാം മുന്നേ തല്ലുക. ഇതാണ് ഉണ്ടായത്. അപ്പൊ ഇനി ഒരിക്കലും അവർ യോജിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭിന്നിപ്പിച്ചു, കയറ്റി അങ്ങോട്ട് വിട്ടു. ഇനി നന്നാവില്ല, നന്നാകൂല്ല. ലോകാവസാനം വരെ മുസ്ലിം യോജിക്കൂല. കാരണം ഈ ഒരു തർക്കം മുസ്ലിങ്ങൾക്കിടയിലില്ല. ചെറിയൊരു തർക്കം കൊണ്ടുവന്നത് ഷിയാക്കളാണ്. അവരെ നമ്മൾ ഒന്നാം കാലത്തിന് പുറത്താക്കി. ബാക്കി നമ്മൾ തമ്മിൽ തൗഹീദിൽ തർക്കമില്ല. അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്, അതിന്റെ പ്രശ്നമാണ്. ഇഖ്തിലാഫുൽ അഇമ്മത്തി ഖൈറുൽ ലിൽ ഉമ്മ. ഇമാമിങ്ങൾക്ക് തമ്മിലുള്ള ഭിന്നതകൾ മുസ്ലിങ്ങൾക്ക് നല്ലതാണ്. മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്കണം. അപ്പൊ ഇത് തന്നെ ഞാൻ അറിയാതെ എൻ്റെ ഭാര്യ എന്നെ ഒന്ന് തൊട്ടുപോയി. ഇന്നലെ ഞാൻ ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അറിയാതെ ഒന്നും എടുത്ത് വന്ന് പോരുക. അപ്പൊ തൊട്ടുപോയി. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എങ്ങനെ തോറ്റേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ അറിഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് ഹനഫി മദ്ഹബിൽ ഒന്ന് കൊടുത്താൽ മതി. ഹനഫി മദ്ഹബിൽ ഒന്ന് കൊടുത്താൽ പിന്നെ മുറിയൂല, തൊട്ടൊന്നും മുറിയില്ല. ഹനഫി മദ്ഹബ് നമ്മുടെ തന്നെയാണ്. മനസ്സിലായില്ല? ഹനഫി മദ്ഹബ് പുറത്താണോ? അത് നമ്മുടെ തന്നെയാണ്. ഷാഫി മദ്ഹബ് നമ്മുടെ തന്നെയാണ്. അതിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഹനഫി മദ്ഹബ് അങ്ങനെയുണ്ട്, ഹംബലിയുണ്ട്, മാലിക്കുണ്ട്. അതിലേക്ക് മാറിക്കൂടെ? മാറാം. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. കൊണ്ട് തന്നെയാണ്. അത് ഇഖ്തിലാഫുൽ അഇമ്മത്താണ്. ഈ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ആര്? ഷാഫി ഇമാമ്. യാ വലദി എന്നാ വിളിക്കുന്നത് മരണം വരെ. മാലിക് ഇമാമ് ഷാഫി ഇമാമിനെ വിളിച്ചിരുന്നത് യാ വലദി, എന്റെ മോനെ എന്നാ. ഇവർ തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ആ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ആര്? അഹമ്മദ് ബിൻ ഹംബൽ. അഹമ്മദ് ഉള്ളത് കൊണ്ട് ഇറാഖിൽ ഇനി ഒരാൾ ആവശ്യമില്ല. മിസ്രിലാണ് ആളില്ലാത്തത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നാണ് ആര് പറഞ്ഞത്? ആര് പറഞ്ഞത്? ഷാഫി ഇമാമ്. ഇവർ തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഇവര് ഫുറൂഇയാത്തിലെ തർക്കാണ്. ഉസൂലിയാത്തിൽ തർക്കേല്ല. ഉസൂലിയാത്തിൽ തർക്കം വന്നാൽ ലോകാവസാനം വരെ തീരൂല്ല. ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഭിന്നതയിലേക്കും അമേരിക്കയും ബ്രിട്ടനും വലിച്ചിട്ടു. അതിൽ ഇവരൊക്കെ പങ്കാളികളായി, അറിഞ്ഞോ അറിയാതെയോ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഘടനകൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ പ്രൊപ്പഗണ്ടകൾ, നവീന ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇതെല്ലാം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിശേഷിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അങ്ങോട്ട് കയറി. അതോടനുബന്ധിച്ച് ഞാൻ നമ്മുടെ സുന്നി സംഘടനകളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സംഘടനകൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയാം. ഞാൻ അതിന് കേരളത്തെ ഉദാഹരിക്കാം. ഇപ്പൊ കേരളത്തെ ആദ്യത്തെ സംഘടനയാണ് കേരള ഐക്യ സംഘം. വഹാബി സംഘടനയും അതന്നെയാണ്, മുസ്ലിം സംഘടനയും അത്. എന്താ അവർ ചെയ്ത്? നന്മ ചെയ്തു. നന്മ ചെയ്തത് തിന്മല്ല, നന്മ ചെയ്തു.
കേരളത്തിലെ മുസ്ലിങ്ങൾ സുന്നികളാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് കടൽ കടന്നും കര നടന്നും ഇവിടെ എത്തിയവർ ഖുർആന്റെ പ്രവാചക വചനങ്ങളുടെയും അനുഭവത്താലും വിശ്വാസത്താലും അവരെത്തിപ്പെടുകയും ജീവിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടുകളുമായി സംവദിച്ചുണ്ടാക്കിയെടുത്തതാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. സമകാലിക മലയാളം 2022 ഏപ്രിൽ 16. ഇതിന്റെ കീഴിൽ ആദ്യത്തെ സംഘടന വന്നു. 1922 ആദ്യത്തെ മുസ്ലിം സംഘടന കേരളത്തിൽ ഐക്യസംഘം എന്ന പേര് രൂപപ്പെടുന്നത്. സമകാലിക മലയാളത്തിൽ നിന്നാണ് വായിക്കുന്നത്. സമകാലിക മലയാളം എന്ന് പറഞ്ഞാൽ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു പ്രസിദ്ധീകരണം, അതിന്റെ കീഴിലുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. എന്ത് ഞാൻ ആരും പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ബേസ്മെന്റ് അവർ പൊതുവായ ട്യൂണിലുള്ള വളരെ കോമൺ ആയ ഹിസ്റ്ററിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതായത് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സംഘടന 1922 ഐക്യസംഘമാണ്. എന്താണ് ഐക്യസംഘം ചെയ്തത്? ഐക്യസംഘം ഒരുപാട് നന്മകൾ ചെയ്തു. നന്മയിലൊക്കെ ഞാൻ വരാം. ഇതിന്റെ കീഴിൽ അതിന്റെ ഒന്നാം വാർഷിക യോഗം കൊച്ചിയിൽ നടന്നു 1923. രണ്ടാം വാർഷിക സമ്മേളനം 1924 ആലുവായിൽ നടന്നു. കേരള ഐക്യസംഘത്തിന്റെ രണ്ടാം വാർഷിക സമ്മേളനം നടന്നു. അതിന്റെ പ്രസിഡന്റ് KM സീദ് സാഹിബ്, നല്ല മനുഷ്യൻ. സമൂഹം സമുദ്രിക്കപ്പെടണമെന്ന് ചിന്താഗതിയുള്ള ആള്, അതിനുവേണ്ടി പണം ചെലവാക്കിയ ആള്, ജീവിതമായി ഒഴിഞ്ഞു വെച്ച ആള്. ഒന്നും ഒരു പ്രത്യേകമായ തിന്മ എടുത്തു പറയാനില്ല. അതായത് ഒരു കള്ളുടിയാനാണോ? അല്ല. ഒരു വ്യഭിചാരിയാണോ? അല്ല. ഒരു ചൂഷകനാണോ? അല്ല. ഒന്നല്ല KM സീദ് സാഹിബ്. ഇതൊക്കെ ഉണ്ടാ KM മൗലവിയാണോ? മോശപ്പെട്ട വ്യക്തിയാണോ? അല്ല. ഏതെങ്കിലും ഒരു ഒരു പെറ്റിക്കേസിൽ വരെ ഇവരൊന്നും അംഗങ്ങളല്ല. ഇവരെ മോശപ്പെട്ടവരെന്ന് പണ്ടുള്ളവർ പറഞ്ഞു വിചാരിച്ച് നീ അത് പറയണ്ട. ഈ പറയണമെങ്കിൽ ആ പവറിലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് പറയാൻ പറ്റും. ഇന്നത്തെ നിന്റെ അവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റും. പണ്ടത് തിരിച്ചു പോകണം. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ ആലോചിക്കണം. കാരണം ഇവർക്ക് നല്ല മനുഷ്യന്മാരാണ്. ഇവര് കേരള ജംഇയ്യത്തുൽ ഉലമ, കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആരുടേതാണ്? കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. അവരുടെ എന്തിന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ആദ്യത്തെ പതിപ്പാണല്ലോ കേരള ഐക്യസംഘം. ആ കേരള ഐക്യസംഘമാണ് എന്തുണ്ടാക്കിയത്? കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നാ കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വരുന്നത് 1924. ആരാണ് അതിനു വേണ്ടി പ്രമേയം പാസാക്കിയത്? ഈ മൊയ്തു മൗലവി, സ്വാതന്ത്ര്യ സമര സേനാനി. ആദ്യത്തെ പ്രസിഡന്റ് ആരാ? EK മൗലവി. വഹാബി പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാവായ വലിയ 1924 തന്നെ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ഭാഗമായി മതപണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന കൂടി ഉണ്ടാക്കുന്നുണ്ട്. മതപ്രചാരണം മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശ്യം. കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത വിശ്വാസവും ആരാധനാ രീതിയും അനിസ്ലാമികമാണെന്നും അനാചാരമാണെന്നും കാലാരണപ്പെട്ടതാണെന്നും സ്ഥാപിക്കാനും അതിനു പകരം ഏകമുഖമുള്ള ശുദ്ധ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാനുമാണ് അവർ ശ്രമിച്ചത്. തുടക്കത്തിൽ ഉലമകൾ ഒന്നിച്ചെന്നെങ്കിലും ഉടനെ തന്നെ അതിനകത്തെ താല്പര്യങ്ങൾ രണ്ടാക്കി മാറ്റുന്നുണ്ട്. ശുദ്ധ ഇസ്ലാമിലേക്ക് മടങ്ങി വന്ന രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ഭൂരിപക്ഷം വരുന്ന സുന്നി ഉലമകൾ പതിയെ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അകന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവര് ഉണ്ടാക്കി? പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി, പണ്ഡിത സംഘടന. ഞാൻ അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ഇസ്ലാഹി ഭൂമികയിലൂടെ ഇന്നലകളിലെ നായകന്മാർ എന്ന പുസ്തകം 1970. എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? ശ്രദ്ധിക്കുക. കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും ഇതിൽ പറഞ്ഞ ഒന്ന് വിശദീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. എല്ലാ പണ്ഡിതന്മാരെയും ഉൾക്കൊള്ളുന്ന ഒരു പണ്ഡിത സംഘടന രൂപീകരണമായിരുന്നു. ഇത് സംബന്ധിച്ച് ഉലമാ ഐക്യസംഘം സെക്രട്ടറി EK മൗലവി പ്രമേയം അവതരിപ്പിച്ചു. ചില രേഖകളിൽ കാണുന്നത് ഈ മൊയ്തു മൗലവി പ്രമേയം അവതരിപ്പിച്ചു എന്നാണ്. പ്രമേയം ഇത് നല്ലതിന് ഉപദേശിക്കുകയും ചീത്തയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടായിരിക്കൽ ഫർദു കിഫയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഉലമാക്കൾ സംഘം ഉണ്ടായിരിക്കണമെന്ന് ഈ യുഗം തീരുമാനിക്കുന്നു. ചർച്ചകൾക്ക് ശേഷം ഈ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയെ രൂപീകരിച്ചു. മനസ്സിലായോ? പിന്നെ അവർ ഒരുപാട് നന്മകൾ ചെയ്തു. ഞാൻ അതിലേക്ക് വരാം. ഒരുപാട് നന്മകൾ അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്മകൾ. ഞാൻ അവർ ചെയ്ത നന്മകളെ ഒന്നിങ്ങനെ ഓടിച്ചിട്ട് വീണ്ടും തിരിച്ചു. ഒന്ന്, ഐക്യസംഘമാണല്ലോ. അപ്പോൾ തെറ്റ്
നടന്ന പ്രമാണി കുടുംബങ്ങൾക്കിടയിലെല്ലാം അവർ ഐക്യമുണ്ടാക്കി. അത് നല്ലതോ ചീത്തയോ? അവരുടെ പേരെന്നെ എന്താണ്? ഐക്യസംഘം. അവരെന്ത് ചെയ്തു? വീട് വീടാന്തരം തന്നെ കയറി ഇറങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു? പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കി. അത് വലിയ നേട്ടമുണ്ടാക്കി. സ്വാതന്ത്ര്യ സമരത്തിന് പോലും വലിയ പുരോഗതി അതിന്മേൽ ഉണ്ടായിത്തീർന്നു. മനസ്സിലായോ? പറഞ്ഞു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. കൊടുങ്ങല്ലൂരിലെ കുടുംബങ്ങൾ തമ്മിൽ ഐക്യം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് കണ്ട് പണ്ഡിതരും പ്രമാണിമാരും രംഗത്തിറങ്ങുന്ന സന്തോഷകരമായ നാളുകളാണ് 1922 കണ്ടത്. അകന്നു നിൽക്കുന്ന കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ പരിഹരിക്കുകയും അതോടൊപ്പം കുടുംബാംഗങ്ങളിൽ ഇസ്ലാമികമായ ചിട്ടകൾ വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ ചർച്ചകൾ ആരംഭിച്ചു. EK മൗലവിയും KM മൗലവിയും മുൻകൈ എടുത്തുകൊണ്ട് ഇതിനായി എറിയാട്ട് യോഗം വിളിച്ചു. ആ യോഗത്തിന് അധ്യക്ഷം വഹിച്ചത് അഹമ്മദാനി തങ്ങളായിരുന്നു. സീദ് സാഹിബിന് അഹമ്മദാനി തങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ പണിയെടുക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ കേരളത്തിന്റെ വരദാനമായ സാക്ഷാൽ KM സീദ് സാഹിബ്. ഇവർക്കൊക്കെ ഒരു പ്രശ്നമേ ഉള്ള ഒരു പ്രശ്നം ഞാൻ അവസാനം പറയാം. ഇവരൊക്കെ നല്ലവരാണ്. തിന്മ എന്ന് പറയാൻ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഒരൊറ്റ തിന്മയാണ്, ഒറ്റ പ്രശ്നം. ഒരു കക്ഷിയിലും ചേരാതെ നിഷ്പക്ഷമായി നിന്ന് വഴക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക എന്നതായിരുന്നു നിഷ്പക്ഷ സംഘത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. വഴക്കിൽ ചെന്ന് ചാടിപ്പോയിട്ടില്ലാത്തവരെ തങ്ങിൽ അംഗങ്ങളായി ചേർത്ത് ഊർജ്ജസ്വലതയോടെ സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. സംഘത്തിന് നേതൃത്വം നൽകിയ ഈ സമുദായ സ്നേഹികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി ആദ്യ ചുവടുവെപ്പുകൾ വിജയം കണ്ടു. വഴക്കുള്ളിടത്തെല്ലാം സംഘം പ്രവർത്തകർ പോയി യോജിപ്പുണ്ടാക്കുക എന്നതിന് പുറമെ മതപരമായ മറ്റു ലക്ഷ്യങ്ങൾ കൂടി സംഘം മുന്നോട്ട് വെച്ചു. ഞാൻ പിന്നെ പറയാം. എല്ലായിടത്തും ഇവർ എന്തുണ്ടാക്കി? മദ്യം വന്ന് സലാം പറയിപ്പിക്കും, പിന്നെ ഒരു പണിയെടുക്കും. അവിടെ പ്രശ്നമുള്ളൂ. ഒരു കുഴപ്പമില്ല ഉണ്ടാക്കിയിട്ടില്ല. വലിയൊരു എല്ലാവരും ഒരുപാട് വിഷയം ഇതിൽ പറയുന്നത്. സമുദായത്തിന്റെ പൊതുനന്മ കണക്കിലെടുത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുക. EK മൗലവിയുടെ ലേഖനങ്ങൾ സമാഹാരം, പേജ് 22. സമുദായത്തിന്റെ പൊതുനന്മ കണക്കിലെടുത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുക. പുസ്തകങ്ങൾ, ലഘുലേഖകൾ, പ്രസംഗങ്ങൾ എന്നിവയുടെ പുരോഗാത്മക കാഴ്ചപ്പാട് സമുദായത്തിൽ എത്തിക്കുക. പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സാമുദായിക നേതാക്കളുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പാക്കുക. തർക്കങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതിനായി അവർക്ക് പ്രേരണ നൽകുക. മുസ്ലിം പണ്ഡിതരെ ഉൾപ്പെടുത്തി സംഘടന രൂപീകരിക്കുക. മുസ്ലിങ്ങളെ സാമുദായികം സാമ്പത്തികമായ ഉന്നതിന് വേണ്ടി പ്രവർത്തിക്കും. ഇതൊക്കെ നല്ലതോ ചീത്തോ? നല്ല ഐക്യം വേണം, ഐക്യം വേണം എന്നാണ് നമ്മളെല്ലാവരും പറയണത്. ഇത് ആദ്യം പറഞ്ഞ നിങ്ങളല്ലേ? ഇതാദ്യം പറഞ്ഞ ആരാ? ഐക്യസംഘം. അവിടെയാണ്. മനസ്സിലായില്ല? റോമക്കാരുടെ കൊട്ടാരത്തിൽ പോയി മക്കാർ എന്താ പറഞ്ഞത്? അബ്സീനിയക്കാരുടെ കൊട്ടാരത്തിൽ പോയി മക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ വളരെ ഐക്യത്തോടെ കഴിഞ്ഞുകൂടെയായിരുന്നു. അതിനിടയിൽ നബി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഞങ്ങളെ അനൈക്യം ഉണ്ടാക്കി. അപ്പൊ അനൈക്യം ഉണ്ടാക്കിയ ആളാണ് ആര്? അങ്ങനെ അവർ കേസ് കൊടുത്തു. യുഫരിഖു ബൈനൽ മർഇ വസൗജിഹി വയുഫരിഖു ബൈനൽ അബി വബിനിഹി വയുഫരിഖു ബൈനൽ മർഇ വഅഖീഹി. ഒരാളെയും ഭാര്യയും തമ്മിൽ തെറ്റിച്ചു, ഒരാളെയും ബാപ്പാനും തമ്മിൽ തെറ്റിച്ചു, ഒരാളെയും ഉമ്മാനും തമ്മിൽ തെറ്റിച്ചു, ഒരാളെയും സഹോദരനും തമ്മിൽ തെറ്റിച്ചു. അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ മക്കയിൽ വന്നു. അത് കാരണം ഞങ്ങളെ കുടുംബത്തിലൊക്കെ മൊത്തം വഴക്കായി. അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് പോകേണ്ടതെന്നാണ് ആര് വാദിച്ചത്? നിങ്ങളെന്താ ഉറങ്ങണേ? മനസ്സിലാണ്ട് പറഞ്ഞത് ഐക്യപ്പെടണം. നമ്മ ഐക്യത്തിനെതിരെ ഒന്നും പറയുന്ന പറയുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ വരെ പറയാ, നിങ്ങളെ പ്രസംഗം ഐക്യത്തിനെതിരാവുന്നത് കൊണ്ട് ഐക്യം എന്തിനേക്കാൾ പ്രധാനമാണ്? ഐക്യം പ്രധാനം മക്കൾ മുസ്ലിങ്ങൾക്കാണ്. അന്തല്ലാത്തോനെ 60 വയസ്സായതുകൊണ്ട് ഒന്ന് ചുരുങ്ങിയതാണ്, അത്രയും പറയുന്നുള്ളൂ. ഏടാ അന്തല്ലാത്തോനെ ഐക്യം പ്രധാനം മക്ക മുസ്ലിങ്ങൾക്കാണ്. മുഹമ്മദ് മുസ്തഫാക്ക് പ്രധാന ആദർശാണ്, ദൈവികമായ ഹക്കാണ്. അവിടെ പ്രശ്നം. എല്ലാ തർക്കവും അവർ പരിഹരിച്ചു. പിന്നെന്താ അവർ ചെയ്തത്? വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി, തർക്കങ്ങൾ പരിഹരിച്ചു, ഉലമാ സംഘടനകൾ ഉണ്ടാക്കി. പിന്നെന്താ അവർ ചെയ്തത്? ചെയ്തു കൊടുങ്ങല്ലൂരിൽ അവർ 922 സ്കൂൾ തുടങ്ങി. സുന്നികൾ എന്ന സ്കൂൾ തുടങ്ങി. സുന്നികൾ മദ്രസ തുടങ്ങിയത് 52-ലാണ്. 22-ൽ അവർക്ക് സ്കൂളുണ്ട് എന്ന് മാത്രമല്ല, സ്കൂളിൽ പോകാത്തവരെ അവരുടെ മഹല്ലുകൾ ബഹിഷ്കരിച്ചു. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കൂലെങ്കിൽ ബഹിഷ്കരിക്കും. മഹല്ലിൽ ഒന്നും ചെയ്തു കൊടുക്കില്ല.
കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല. ഇ കെ മൗലവിയും സംഘം കൊടുങ്ങല്ലൂർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമാനമായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും ഐക്യസംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ഷെറൂൽ സാഹിബ് കാസർഗോഡ് ഉൾപ്പെടുന്ന തെക്കൻ കാനറ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതായത് ഐക്യസംഘത്തിന് ആളുകൾ കൊടുങ്ങല്ലൂരും പ്രവർത്തിച്ചു. എവിടെ വരെ പ്രവർത്തിച്ചു? കാസർഗോഡ് വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നല്ലതല്ലേ? ദേശീയ സമര സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു. ദേശീയ സമര പ്രസ്ഥാനത്തിനും ഷെരൂൽ സാഹിബ് സജീവമായിരുന്നു. ഇ കെ മൗലവിയുമായി ശക്തവും നിരന്തരവുമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇ കെ മൗലവിക്ക് പുറമെ കെ പി കേശവ മേനോൻ, കെ മാധവൻ നായർ, യു ഗോപാല മേനോന്, അമ്പലക്കാട്ട് കരുണാകര മേനോന്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കട്ടിലശ്ശേരി മുഹമ്മദ് കുട്ടി മൗലവി, കെ എം മൗലവി എന്നിവരുമായി ഷെരൂൽ സാഹിബ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പണക്കാരനാണ്, കാസർകോട്ടുകാരനാണ്. അവിടെ സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം 1922കളിൽ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകളും ഷെറൂൽ സാഹിബ് നൽകുമായിരുന്നു. ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെ അക്കാലത്തെ സാരഥികളെ എല്ലാം നേരിൽ പോയി കണ്ട് പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ദേശസ്നേഹി കൂടിയായിരുന്നു ഷെറൂൽ സാഹിബ്. ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് അദ്ദേഹത്തിന് പതിവായിരുന്നു. നല്ലതോ ചീത്തയോ? പറ, നല്ലതോ ചീത്തയോ? നല്ലത്. മുസ്ലിം സമുദായ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂരിൽ പിറന്ന കാലം 23 മുതൽ അതിന്റെ നേതാവായിരുന്ന ഷെറൂൽ സാഹിബ് ഇ കെ മൗലവി ആണെന്ന് ഇ കെ മൗലവി എഴുതിയിട്ടുണ്ട്. കുട്ടികളെ നീ കേട്ടോളൂ. 1922 മുതൽ കൊടുങ്ങല്ലൂർ ഒരു സ്കൂളുണ്ട്. ആർക്ക്? കേരളത്തിലെ ആദ്യത്തെ വഹാബി പ്രസ്ഥാനത്തിന് സ്കൂളുണ്ട്. എന്താ നിങ്ങൾ വക വെച്ചു കൊടുക്കണേ? നേര് വക വെച്ച് കൊടുക്ക്. ഉണ്ട്, അവർക്ക് സ്കൂളുണ്ട്, പക്ഷെ അവർക്ക് ലക്ഷ്യമുണ്ട്. അവിടെ പ്രശ്നം നന്മല്ല, നന്മ എന്നുള്ളതല്ല. ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ എൻ്റെ ഭാര്യനെ നിർത്തിയിട്ട് ഈ അപ്പുറത്തെ പീടിയൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ കുട്ടീനെ പിടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണം എൻ്റെ പെണ്ണുങ്ങള്. അപ്പൊ ഒരുത്തം പാഞ്ഞു വന്ന് ഓളെ ഒക്കത്തിന് ആ കുട്ടീനെ എടുത്തു. അതിൽ നടക്കണോ കാണുന്നു. പിന്നെ കുട്ടീനെ പിടിച്ച് ഓളെ തൊള്ളേക്കുന്നോണ്ട് ഈ ഇവന് ഇങ്ങനെ വർത്താനം പറയാൻ തുടങ്ങി. ആ കുട്ടിനെ ആ കുട്ടിന്റെ കേലെങ്ങനെ ഒലിക്കണമൊക്കെ എന്റെ കുപ്പായത്ത് കൂടി ഒലിച്ചു. അപ്പൊ എത്ര വലിയ സമുദായ സ്നേഹിയാണ്. ഈ 10 കിലോ എങ്കിലുള്ള ഈ സാധനത്തെ 10 കിലോ അരി എടുക്കുന്ന സുഖത്തിൽ 10 കിലോ ഉള്ള ഒരു കുട്ടിനെ എടുക്കാൻ കഴിയൂല. കുട്ടീനെ എടുത്തു. അതിന് അരമണിക്കൂറായി മറ്റൊരു സാധനം വാങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്താ പറയാ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ചുണ്ട്. അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ പോയി ബാക്കി കിട്ടി. ഏതായാലും 10 ഗുളിക കിട്ടിയപ്പോൾ 10 മെഡിക്കൽ സ്റ്റോറിൽ പോയി. 3/4 മണിക്കൂർ കഴിഞ്ഞു. ഈ നേരം മുഴുവൻ ഇവിടെ സഹായിയാണ് ആര്? ഇവന്. പ്രത്യക്ഷത്തിലോ നന്മല്ലേത് പറയും, നന്മല്ലേ ചെയ്ത്? നന്മയാണ്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓൻ്റെ ഒപ്പം പോയി. അന്തം വേണം, അന്തം. അവിടെയാണ് പ്രശ്നം. അതിലേക്ക് ചേർത്ത് നോക്കിയാൽ മാത്രമാണ് ഇതെല്ലാം തിന്മയാണ്. അതും നമ്മളാണ് പറഞ്ഞാൽ ഇതെല്ലാം നന്മയാണ്. മനസ്സിലായില്ല? ഓള് അവൻ്റെ ഒപ്പം പോയി എന്നതിനെ കണക്കിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവളെ മാറ്റിയിട്ട് കയ്യിലാക്കി എന്നത് കണക്കിലെടുക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാവുക, തിന്മാവുക. ഇല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്? നന്മയാണ്. 1/2 മണിക്കൂർ ഈ ജാതി ഒരു വികൃതി കുട്ടിയെ പിടിക്കുക ചെറിയ പണിയാണോ?